അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ട് ആ മക്കളുണ്ട് എന്ന ആശയത്തെ ആഘോഷിക്കുമ്പോൾ നമുക്ക് മതസൗഹാർദ്ദത്തിന്റെ പരിധിയിൽ നിന്ന് നമുക്ക് അവരോട് സഹകരിക്കാം. എന്നാൽ ഇതിനെ ആഘോഷിക്കാൻ ആഹ്വാനം ചെയ്യുന്നത് ഒരിക്കലും ദീനിനോട് നിരക്കുന്നതല്ല എന്ന് കൃത്യമായി ഉമ്മത്ത് മനസ്സിലാക്കിയേ പറ്റൂ. അത് മനസ്സിലാക്കി കൊടുത്തേ പറ്റൂ. നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ലം യലിദ്. അള്ളാഹു ആരെയും ഉൽപ്പാദിപ്പിച്ചിട്ടില്ല. തൗഹീദിന്റെ സൂറത്തല്ലേ അത്. വലം യൂലദ്, പ്രസവിക്കപ്പെട്ടിട്ടുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിന് സമാനമായി ആരും തന്നെ ഈ ലോകത്തില്ല. അതുകൊണ്ട് ഉണ്ണിയേശു എന്ന ആശയം, ആ ആശയമൊന്നും ഇസ്ലാമിന് അംഗീകരിക്കാൻ പറ്റില്ല. ആ കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് പറയാനാണ്, ഇത്തരത്തിലുള്ള ആദർശത്തെ ഇവിടെ സമർത്ഥിക്കാനാണ് ഈ സമ്മേളനങ്ങളൊക്കെ. ആർക്കും ആ കാര്യത്തിൽ സംശയം വേണ്ട. ഇത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ രീതി അടക്കമുള്ള മഹാന്മാര് പറഞ്ഞില്ലേ, അസ്സയ്യിദുൽ മസ്മൂദു ഇലൈഹി അൽ ഗനിയ്യുൽ ലദീ ലാ യഫ്തഖിറു ഇലാ ഷൈ വകുല്ലു ഷൈഇൻ സിവാഉ മുഫ്തഖിറുൻ ഇലൈഹി. ഈ ലോകത്തെ എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടെങ്കിലും അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ പോലും അല്ലാഹുവിനെ ആശ്രയിച്ചിരിക്കുന്നവരാണ്. ഇതിലൊരു സംശയവും ഇല്ല. പ്രപഞ്ചമാസകലം ഒരു കാര്യം വിചാരിച്ചാൽ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ സാധ്യമല്ലെന്ന വിശ്വാസമാണ് തൗഹീദ്. ആ വിശ്വാസം മജ്ജയിലും മാംസത്തിലും ഊട്ടപ്പെട്ട് കിടക്കുന്നവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശമുള്ള യഥാർത്ഥ സുന്നികൾ. അതിലാർക്കും സംശയമില്ല. കുല്ലുക്കും ജാഇൻ ഇല്ലാ മൻ അത്അംതു, ഞാൻ ഭക്ഷണം തരാൻ ഉദ്ദേശിച്ചവരൊഴികെ ബാക്കിയുള്ളവരെല്ലാം വിശന്നവരാണ്. ഈ ആകാശഭൂമിയിലുള്ള സകല വസ്തുക്കളും നിന്റെ ഒരു രോമം തൊടാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ സാധ്യമല്ല. അതാണ് നമ്മുടെ വിശ്വാസം. അല്ലാഹു സമദ്, ലം യലിദ്, അല്ലാഹു ആർക്കും ജന്മം നൽകിയിട്ടില്ല. അള്ളാഹു ആർക്കെങ്കിലും ജന്മം നൽകി എന്ന് വിശ്വസിക്കുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത സംഗതിയാണ്. വഖാലു ഇത്തഖദർ റഹ്മാനു വലദാ, സൂറത്ത് മറിയമിൽ പറഞ്ഞില്ലേ അല്ലാഹു, വഖാലു ഇത്തഖദർ റഹ്മാനു വലദാ. ആ ജൂത ക്രിസ്ത്യാനികൾ പറഞ്ഞു അല്ലാഹു മക്കളെ ഉണ്ടാക്കിയിരിക്കുന്നു. എന്താണ് അതിന്റെ താല്പര്യം? എത്ര വൃത്തികെട്ട വാക്കാണത്. അള്ളാഹുവിന് സ്ത്രീകളോട് താല്പര്യം ഉണ്ടാകുന്നു. ആ സ്ത്രീകളെ ആരും നിക്കാഹ് ചെയ്ത് കൊടുക്കുക പോലും ചെയ്യാതെ അവരെ ചാടിപ്പിടിച്ച് കുട്ടികളെ ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന വൃത്തികെട്ട നീച അള്ളാഹുവിന്റെ തിരുസന്നിധിയിലേക്ക്, ആ ഹദ്റത്ത് ഖുദ്സിയയിലേക്ക് ഒരിക്കലും ഒരു മുസ്ലിമിന് ചേർക്കാൻ കഴിയില്ല. യഥാർത്ഥ വിശ്വാസിക്ക് ചേർക്കാൻ കഴിയില്ല. വിശ്വസിക്കുന്നവർക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ വിശ്വാസത്തെ നാം അവമതിക്കുന്നില്ല. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ സംഗതിയല്ല. അവർ പറഞ്ഞു അല്ലാഹുക്ക് മക്കളുണ്ടെന്ന്. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, വളരെ അപകടകരമായ, വളരെ മോശപ്പെട്ട ഒരു വർത്തമാനമാണ് നിങ്ങൾ പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, തകാദുസ് സമാവാതു യതഫത്തർന മിൻഹു വതൻഷഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാ അൻ ദഅഉ ലിർറഹ്മാനി വലദാ. അല്ലാഹുക്ക് മക്കളുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ട് ആകാശഭൂമികൾ പിളരാൻ അടുത്തിരിക്കുന്നു. അവർക്ക് ആ വാക്കിന്റെ അഴുക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആനാണ്. ഓരോ വിഷയത്തിനെയും അതിന്റെ ഗൗരവത്തിലെടുക്കണം. മതസൗഹാർദ്ദം ആവശ്യമാണ്, അതിൽ നമുക്ക് സംശയമില്ല. പക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ ആദരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ പരിധി വിട്ടു പോവാതെ കാത്തു സൂക്ഷിക്കൽ എല്ലാവരുടെയും ബാധ്യതയാണ്. അത് സൂക്ഷിക്കണമെന്ന് പറയൽ പണ്ഡിതന്റെ ബാധ്യതയാണ്. അതാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. എന്താ ഖുർആനി പറഞ്ഞത്? തകാദുസ് സമാവാതു യതഫത്തർന മിൻഹു. ഏത് പരിഭാഷയും എടുത്ത് നിങ്ങൾ നോക്കിക്കോ. സൂറത്ത് മറിയമിൽ ആകാശം പൊട്ടിപ്പിളരാൻ മാത്രം വൃത്തികെട്ട വാക്കാണ് പറഞ്ഞത്. വതൻഷഖുൽ അർളു, ഭൂമി പിളരാൻ പോകുന്നു. വതഖിറുൽ ജിബാലു ഹദ്ദാ, പർവതങ്ങൾ പൊടിയാൻ അടുത്തിരിക്കുന്നു. അൻദഉ ലിർറഹ്മാനി വലദാ, അല്ലാഹുക്ക് മക്കളുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ട് ആ മക്കളുണ്ട് എന്ന ആശയത്തെ ആഘോഷിക്കുമ്പോൾ നമുക്ക് മതസൗഹാർദ്ദത്തിന്റെ പരിധിയിൽ നിന്ന് നമുക്ക് അവരോട് സഹകരിക്കാം. എന്നാൽ ഇതിനെ ആഘോഷിക്കാൻ ആഹ്വാനം ചെയ്യുന്നത് ഒരിക്കലും ദീനിനോട് നിരക്കുന്നതല്ല എന്ന് കൃത്യമായി ഉമ്മത്ത് മനസ്സിലാക്കിയേ പറ്റൂ. അത് മനസ്സിലാക്കി കൊടുത്തേ പറ്റൂ. നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ലം യലിദ്. അല്ലാഹു ആരെയും ഉൽപ്പാദിപ്പിച്ചിട്ടില്ല. തൗഹീദിന്റെ സൂറത്തല്ലേ അത്. വലം യൂലദ്, പ്രസവിക്കപ്പെട്ടിട്ടുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിന് സമാനമായി ആരും തന്നെ ഈ ലോകത്തില്ല. അതുകൊണ്ട് ഉണ്ണിയേശു എന്ന ആശയം, ആ ആശയമൊന്നും ഇസ്ലാമിന് അംഗീകരിക്കാൻ പറ്റില്ല. ആ കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് പറയാനാണ്, ഇത്തരത്തിലുള്ള ആദർശത്തെ ഇവിടെ സമർത്ഥിക്കാനാണ് ഈ സമ്മേളനങ്ങളൊക്കെ. ആർക്കും ആ കാര്യത്തിൽ സംശയം വേണ്ട. ഇത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാ പറയാ? പിന്നെ അള്ളാഹുവിന്റെ ഏകത്വത്തെ ആ വിധത്തിൽ അംഗീകരിക്കണം. എന്നാൽ അത് അംഗീകരിക്കുമ്പോൾ തന്നെ ഒരൽപ്പം ശിർക്ക് വന്നു പോകാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഒരൽപ്പം ശിർക്ക് വരാൻ പാടില്ല. അള്ളാഹു തന്നെ റസൂലിനോട് പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്,
വലഖദ് ഊഹിയ ഇലൈക വഇല الذين من قبلك തങ്ങൾക്കും തങ്ങളുടെ മുൻഗാമികൾക്കും അല്ലാഹു വഹയി നൽകിയിരിക്കുന്നു ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക ശിർക്ക് ഒരൽപ്പം സംഭവിച്ചു പോയാൽ അമൽ മുഴുവനും പൊളിഞ്ഞു പോകും എന്ന്. ശിർക്ക് ഒരൽപ്പം സംഭവിച്ചു പോയാൽ അമൽ മുഴുവനും പൊളിഞ്ഞു പോകും എന്ന്. ഒരാൾ 60-70 വയസ്സ് വരെ ജീവിച്ചു. ഒരു